റോഡ് അപകടങ്ങൾ കുറയ്ക്കാനും ഗതാഗത നിയമലംഘനം തടയാനും സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പ് AI അധിഷ്ഠിത ക്യാമറകൾ സ്ഥാപിച്ച പദ്ധതി സേഫ് കേരള. റോഡ് അപകടങ്ങൾ കുറയ്ക്കാനും ഗതാഗത നിയമലംഘനം തടയാനും സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പ് AI അധിഷ്ഠിത ക്യാമറകൾ സ്ഥാപിച്ച പദ്ധതി സേഫ് കേരള. ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളാണ് ഉപദ്വീപീയ നദികൾ. താഴെ നൽകിയിരിക്കുന്നവയിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ ഏതെല്ലാം? കാവേരി, കൃഷ്ണ, നർമ്മദ, താപ്തി, ഗോദാവരി, മഹാനദി, കൃഷ്ണ. ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളാണ് ഉപദ്വീപീയ നദികൾ. താഴെ നൽകിയിരിക്കുന്നവയിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ ഏതെല്ലാം? നർമ്മദ, താപ്തിയാണ് പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ. ചന്ദ്രയാൻ 1 പ്രൊജക്ട് ഡയറക്ടർ ആണ് അണ്ണാദുരൈ. എന്നാൽ ചന്ദ്രയാൻ 3 പ്രൊജക്ട് ഡയറക്ടർ ഡോക്ടർ പി. വീരമുത്തുവേൽ, ജി. മാധവൻ നായർ, എസ്. സ്വാമിനാഥൻ, കെ. ശിവൻ. ചന്ദ്രയാൻ 1 പ്രൊജക്ട് ഡയറക്ടറാണ് അണ്ണാദുരൈ. എന്നാൽ ചന്ദ്രയാൻ 3 പ്രൊജക്ട് ഡയറക്ടർ ആരാണ്? ഡോക്ടർ വി. വീരമുത്തുവേൽ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? കേരളത്തിൽ ഏലം വിളയുന്ന വളർച്ചയ്ക്കാവശ്യമായ ഭൂമിശാസ്ത്ര ഘടകം. കേരളത്തിൽ ഏലം വിളയുന്ന വളർച്ചയ്ക്കാവശ്യമായ ഭൂമിശാസ്ത്ര ഘടകം 50 സെന്റിമീറ്റർ താഴെ മഴ, 50 ഡിഗ്രി സെൽഷ്യസ് മുകളിൽ ചൂട്, നീർവാഴ്ചയുള്ള മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്. നീർവാഴ്ചയുള്ള മണ്ണാണ് കേരള ഏലം വിളയുടെ വളർച്ചയ്ക്കാവശ്യമായ ഭൂമിശാസ്ത്ര ഘടകം. അറബിക്കടലുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത്? ആന്ധ്രാപ്രദേശ്. അറബിക്കടലുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് ആന്ധ്രാപ്രദേശ്. ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം. 8°4 വടക്ക്, 27°6 വടക്ക്. വെള്ളവും വളവും കണികാരൂപത്തിൽ ഡ്രിപ്പറുകളിലൂടെ നൽകുന്ന രീതി. വെള്ളവും വളവും കണികാരൂപത്തിൽ ഡ്രിപ്പറുകളിലൂടെ നൽകുന്ന രീതി ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്? ഫെർട്ടിഗേഷൻ. മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം എന്നറിയപ്പെടുന്നത് വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ, തെക്ക് കിഴക്കൻ മൺസൂൺ കാറ്റ്, വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകളാണ്. താഴെ തന്നിരിക്കുന്നവയിൽ പ്രസ്താവനയിൽ ഇല്ലാത്തതേത്? നിള എന്ന പേരിൽ അറിയപ്പെടുന്ന ഭാരതപ്പുഴ. കേരളത്തിലെ ഏറ്റവും നീളമുള്ള നദി ഭാരതപ്പുഴ ആനമലയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. മാമാങ്കം നടക്കുന്നത് ഭാരതപ്പുഴയുടെ തീരത്ത്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയല്ലാത്തത് ഏത്? കേരളത്തിലെ ഏറ്റവും നീളമുള്ള നദി ഭാരതപ്പുഴ എന്നുള്ളതാണ് ശരിയല്ലാത്ത പ്രസ്താവന. (2023) വയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പിക്ക് നേടിക്കൊടുത്ത കൃതി. 2023 വയലാർ അവാർഡ് ശ്രീകുമാര തമ്പിക്ക് നൽകിക്കൊടുത്ത കൃതി ജീവിതം ഒരു പെൻഡുലം ആണ്. ഐക്യരാഷ്ട്ര സംഘടന 2023 ഏത് വർഷമായി ആചരിക്കുന്നു? ചെറുധാന്യ വർഷം, പയറു വർഷം, മണ്ണ് വർഷം, ഒട്ടകവർഷം. ഐക്യരാഷ്ട്ര സംഘടന 2023 ഏത് വർഷമായി ആചരിക്കുന്നു? ചെറുധാന്യ വർഷമായിട്ട് 2023 ആണ്. പെരിയാറിൻ്റെ പോഷക നദികൾ ഏതെല്ലാം? മുതിരപ്പുഴ, പെരുഞ്ചാംകുട്ടിയാർ, തൊടുപുഴയാർ, കട്ടപ്പനയാർ. പെരിയാറിൻ്റെ പോഷക നദികൾ ഏതെല്ലാം? തൊടുപുഴയാറാണ് പെരിയാറിൻ്റെ പോഷക നദി.
തൊടുപുഴയല്ല, ബാക്കിയെല്ലാം പെരിയാറിൻ്റെ പോഷക നദി. ചേരുംപടി ചേർക്കുക. വന്യജീവി സങ്കേതം ജില്ല: നെയ്യാർ, ചെന്തുരുണി, കരിമ്പുഴ, കൊട്ടിയൂർ. തിരുവനന്തപുരം, കൊല്ലം, മലപ്പുറം, കണ്ണൂർ. നെയ്യാർ അപ്പോൾ എവിടെയാണ്? നെയ്യാർ തിരുവനന്തപുരത്താണ്. ചെന്തുരുണി കൊല്ലം, കരിമ്പുഴ മലപ്പുറം, കൊട്ടിയൂർ കണ്ണൂർ. സെയിം ആയിട്ട് നേരെ നേരെ വരുന്നത് തന്നെയാണ് ആൻസറായിട്ട് ഇവിടെ ഉള്ളത്. (2023) വൈദ്യശാസ്ത്ര നോബൽ സമ്മാന ജേതാക്കളായ ഡോക്ടർ കാറ്റലിൻ കാരിക്കോ, ഡോക്ടർ ഡ്രൂ വൈസ്മാൻ എന്നിവർക്ക് എന്തിനുള്ള കണ്ടുപിടുത്തത്തിനാണ് സമ്മാനം ലഭിച്ചത്? ആറ്റോസെക്കൻസ് പൾസസ് സൃഷ്ടിച്ചതിന്, പാമിയോ ജിനോമിക്സ്, mRNA വാക്സിൻ വികസിപ്പിച്ചതിന്, ക്വാണ്ടം എൻട്രോഗിൾമെന്റ്. mRNA വാക്സിൻ വികസിപ്പിച്ചതിനാണ് 2023 വൈദ്യശാസ്ത്ര നോബൽ സമ്മാന ജേതാക്കളായ ഡോക്ടർ കാറ്റലിൻ കാരിക്കോ, ഡോക്ടർ ഡ്രൂ വൈസ്മാൻ എന്നിവർക്ക് എന്ത് കണ്ടുള്ള കണ്ടുപിടുത്തത്തിനാണ്, അപ്പോൾ വാക്സിൻ കണ്ടുപിടിച്ചതിനാണ് നോബൽ സമ്മാനം ലഭിച്ചതെന്ന് ഓർത്ത് വെക്കാം. എരവിക്കുളം ദേശീയോദ്യാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രം 1978 നിലവിൽ വന്നു. തേക്കടി വന്യജീവി സങ്കേതം എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ തേക്കടി വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നു എന്നുള്ളതാണ് തെറ്റായ പ്രസ്താവന. ഓക്കെ. കേരളത്തിലെ ആദ്യത്തെ ശുചിത്വ പഞ്ചായത്ത് ഏത്? കേരളത്തിലെ ആദ്യത്തെ ശുചിത്വ പഞ്ചായത്ത് ഏത്? പോത്തുങ്കൽ, കോട്ടയ്ക്കൽ, കുളത്തൂർ, പുളിക്കൽ. പോത്തുങ്കലാണ് ശുചിത്വ പഞ്ചായത്ത്. തണ്ണീർക്കുടം ബണ്ട് നിർമ്മിച്ചിരിക്കുന്ന കായൽ. തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്ന കായൽ. അഷ്ടമുടി കായൽ, വേമ്പനാട് കായൽ, ശാസ്താംകോട്ട കായൽ, വെള്ളായണി കായൽ. തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്ന കായൽ ഏതാണെന്ന് ചോദിച്ചാൽ വേമ്പനാട് കായൽ. മുതിരപ്പുഴയാറിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജലവൈദ്യുത നിലയങ്ങൾ ഏതെന്ന് താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്ന് കണ്ടെത്തുക. പള്ളിവാസൽ, ചെക്കുളം, പെരിങ്ങൽകുന്ന്, പന്നിയാർ, ശബരിഗിരി, ഷോളയാർ, കല്ലട, മണിയാർ. പള്ളിവാസൽ, ചെറുകുളം ആണ് മുതിരപ്പുഴയാറിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജലവൈദ്യുത നിലയങ്ങൾ. കേരളത്തിലെ തീരപ്രദേശത്തിൻ്റെ പ്രത്യേകതകൾ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ നിന്ന് ശരിയായത് കണ്ടെത്തുക. ഉപ്പുരസമുള്ള എക്കൽ മണ്ണ്. സഹ്യപർവ്വത നിരയുടെ ഭാഗം. റബ്ബർ ധാരാളമായി കൃഷി ചെയ്യുന്ന സ്ഥലം. സമുദ്രനിരപ്പിൽ നിന്ന് ഉയർന്ന പ്രദേശം. കേരളത്തിലെ തീരപ്രദേശത്തിൻ്റെ പ്രത്യേകതകൾ താഴെ കൊടുത്ത പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. തീരപ്രദേശത്തിൻ്റെ പ്രത്യേകതയാണ്. അപ്പം 1 മാത്രമായിരിക്കും ശരി. ഉപ്പുരസമുള്ള എക്കൽ മണ്ണായിരിക്കും ആണ് തീരപ്രദേശത്തിൻ്റെ പ്രത്യേകത. ഇന്ത്യയിൽ വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം. കർണാടക, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, മഹാരാഷ്ട്ര. ഇന്ത്യയിൽ വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം തമിഴ്നാടാണ്. താഴെ എഴുതിയിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. കുത്തിയവാർ പീഠഭൂമി, സുന്ദർബാൻ ഡെൽറ്റ, ആരവല്ലി ഉപദ്വീപ്, ഹുഗ്ലി പർവ്വതം. താഴെ തന്നെ ശരിയായവയാണ് തിരഞ്ഞെടുക്കേണ്ടത്. ശരിയായവ സുന്ദർബാൻ ഡെൽറ്റയാണ്. ഡിസംബർ 1 ദുബായിൽ നടന്ന COP28 ഉച്ചകോടി ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ്? മനുഷ്യാവകാശം, യുദ്ധക്കെടുതികൾ,
ദാരിദ്ര്യ നിർമ്മാർജ്ജനം, കാലാവസ്ഥാ വ്യതിയാനം. ഡിസംബർ 1 ദുബായിൽ നടന്ന COP28 ഉച്ചകോടി ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ്? കാലാവസ്ഥാ വ്യതിയാനം. ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുന്ന മൗലിക കർത്തവ്യങ്ങളുടെ എണ്ണം 11, 13, 12, 10. ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുന്ന മൗലിക കർത്തവ്യങ്ങളുടെ എണ്ണം 11 മൗലിക കർത്തവ്യങ്ങളാണുള്ളത്. കേരളത്തിലെ ആദ്യ തീവണ്ടി യാത്ര ഏത് സ്ഥലങ്ങളെ ബന്ധിച്ചായിരുന്നു? കേരളത്തിലെ ആദ്യത്തെ തീവണ്ടി യാത്ര ഏത് സ്ഥലങ്ങളെ ബന്ധിച്ചതായിരുന്നു? കൊല്ലം, തിരുവനന്തപുരം, കൊച്ചി, കൊല്ലം, ഷൊർണൂർ, തിരൂർ, ബേപ്പൂർ. ബേപ്പൂരാണ് ആദ്യത്തെ കേരളത്തിലെ തീവണ്ടി യാത്ര ബന്ധിപ്പിച്ച സ്ഥലങ്ങൾ. 2 ലാക്ടോമീറ്റർ എന്ന പദം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആസിഡ്, ജലം, പാൽ, മർദ്ദം. പാലാണ് ലാക്ടോമീറ്റർ എന്ന പദം ബന്ധപ്പെട്ടിരിക്കുന്നത്. UK, ഇന്ത്യ, കെനിയ ഈ 3 രാജ്യങ്ങളുടെ പ്രത്യേകത എന്ത്? ആഫ്രിക്കൻ രാജ്യങ്ങൾ, കോമൺവെൽത്ത് രാജ്യങ്ങൾ, G7 രാജ്യങ്ങൾ, നാറ്റോ രാജ്യങ്ങൾ. UK, ഇന്ത്യ, കെനിയ ഈ 3 രാജ്യങ്ങളുടെ പ്രത്യേകത എന്ത്? കോമൺവെൽത്ത് രാജ്യങ്ങളാണ് UK, ഇന്ത്യ, കെനിയ ഒക്കെ നമുക്കറിയാലോ. ഹരിതഗൃഹവാതകങ്ങളിൽ പെടാത്തത് ഏത്? CO2, മീഥേൻ, നൈട്രസ് ഓക്സൈഡ്, നൈട്രജനാണ് ഹരിതഗൃഹവാതകങ്ങളിൽ പെടാത്തത്. INA ബന്ധപ്പെട്ട നേതാക്കൾ ആരെല്ലാം? സുഭാഷ് ചന്ദ്രബോസ്, ക്യാപ്റ്റൻ ലക്ഷ്മി, റാഷ് ബിഹാരി ബോസ്, ഭഗത് സിംഗ്, ലാൽ ഹർദയാൽ, സരോജിനി നായിഡു, സുഭാഷ് ചന്ദ്രബോസ്, രാജ്ഗുരു. INA ബന്ധപ്പെട്ട നേതാക്കളാണ് സുഭാഷ് ചന്ദ്രബോസും ക്യാപ്റ്റൻ ലക്ഷ്മിയാണ്. അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ ജീവകം അല്ലെങ്കിൽ വിറ്റാമിൻ ഏത്? അതിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ തിരിച്ചറിയുക. അസ്ഥികളുടെ ആരോഗ്യത്തിന് ആണ് വേണ്ടത് വിറ്റാമിൻ A നിശാന്ത, ജീവകം C സ്കർവി, ജീവകം D കണ, ജീവകം B വായ്പുണ്ണ്. അപ്പം അസ്ഥികളുടെ വേണ്ടത് ജീവകം D ആണ്. കണ. അസ്ഥികളുടെ ആരോഗ്യത്തിന് വേണ്ട വിറ്റാമിൻ. വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച എന്നിവ കേരളത്തിലെ ഏത് കാർഷിക വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച എന്നിവ കേരളത്തിലെ ഏത് കാർഷിക വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നെല്ല്, കുരുമുളക്, തെങ്ങ്, വാഴ. നെല്ല്. കേരളത്തിലെ കടുവ സംരക്ഷണ കേന്ദ്രങ്ങളിൽ ഒന്ന്. സൈലന്റ് വാലി, മതികെട്ടാൻ ചോല, ഇരവിക്കുളം, പറമ്പിക്കുളം. കടുവ സംരക്ഷണ കേന്ദ്രമാണ്. അപ്പോൾ പറമ്പിക്കുളം. ഓക്കെ. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ എന്തെല്ലാം എന്ന് കണ്ടെത്തുക. മനുഷ്യ ശരീരത്തിൽ പദാർത്ഥ സംവഹനം നടത്തുന്നത് രക്തപര്യന വ്യവസ്ഥയാണ്. രക്തപര്യന വ്യവസ്ഥയിലെ പ്രധാന ഭാഗങ്ങളാണ് ഹൃദയവും രക്തക്കൊള്ളുകളും. മനുഷ്യ ശരീരത്തിലെ വിവിധ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് നാഡീവ്യവസ്ഥയാണ്. നാഡീവ്യവസ്ഥയുടെ പ്രധാന ഭാഗങ്ങളാണ് വൃക്കയും കരളും. ഇപ്പം തന്നിരിക്കുന്നവയിൽ ശരിയായവയാണ് കണ്ടെത്തി എഴുതേണ്ടത്. ശരിയായവ എന്ന് പറയുമ്പോൾ 1, 2, 3 ശരിയാണ്, 4 തെറ്റാണ്. മനുഷ്യ ശരീരത്തിലെ പദാർത്ഥ സംവഹനം നടത്തുന്നത് രക്തപര്യന വ്യവസ്ഥയാണ്. രക്തപര്യന വ്യവസ്ഥയിലെ പ്രധാന ഭാഗങ്ങളാണ് ഹൃദയവും രക്തക്കുഴലും. നമുക്കറിയാം. മനുഷ്യ ശരീരത്തിൽ വിവിധ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് നാഡീവ്യവസ്ഥയാണെന്നറിയാം. എന്നാൽ നാഡീവ്യവസ്ഥ പ്രധാന ഭാഗങ്ങളല്ല വൃക്കയും കരളും. ഓക്കെ, ആണ് ശരി. 2023 കേരളത്തിൽ നിപ്പ രോഗം റിപ്പോർട്ട് ചെയ്ത ജില്ല ഏത്? 2023 നിപ്പ രോഗം റിപ്പോർട്ട് ചെയ്ത ജില്ല ഏത്?
നമുക്കെല്ലാവർക്കും അറിയാം, കോഴിക്കോട്. പരിസ്ഥിതി സൗഹാർദ്ദപരമായ കീടനിയന്ത്രണ മാർഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? പരിസ്ഥിതി സൗഹാർദ്ദപരമായ കീടനിയന്ത്രണങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? മിത്രകീടങ്ങൾ, ഉറുമ്പുപൊടി, വേപ്പിൻ കുരുസത്ത്, വെളുത്തുള്ളി മിശ്രം. കീടനിയന്ത്രണ മാർഗങ്ങളിൽ ഉൾപ്പെടാത്തതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഉറുമ്പുപൊടിയാണ് അതിൽ ഉൾപ്പെടാത്തത്. വേരുകൾ വായുവിലേക്ക് വളരുന്ന രീതിയിൽ സസ്യങ്ങളെ വളർത്തി പോഷക ലായനികൾ വേരിലേക്ക് സ്പ്രേ ചെയ്യുന്ന കൃഷി രീതിയാണ് എയറോപോണിക്സ്, ഹൈഡ്രോപോണിക്സ്, പോളിഹൗസ് ഫാമിംഗ്, പ്രിസിഷൻ ഫാമിംഗ്. അപ്പം വേരുകൾ വായുവിലേക്ക് വളരുന്ന രീതിയിൽ സസ്യങ്ങളെ വളർത്തി പോഷക ലായനികൾ വേരിലേക്ക് സ്പ്രേ ചെയ്യുന്ന കൃഷി രീതിയാണ് എയറോപോണിക്സ്. ദൃശ്യപ്രകാശം അതിൻ്റെ വർണ്ണങ്ങളായി വർത്തിക്കുന്ന പ്രതിഭാസം ഏത്? ദൃശ്യപ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി വർത്തിക്കുന്ന പ്രതിഭാസം ഏത്? അപവർത്തനം, പ്രകീർണനം, പ്രതിപതനം, വിസരണം. ദൃശ്യപ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളെ വർത്തിക്കുന്ന പ്രതിഭാസം ഏത്? പ്രകീർണനം ആണ്. ആറ്റത്തെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്നവയെ പ്രസ്ഥാനം പരിശോധിച്ച് ശരിയായത് കണ്ടെത്തുക. ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗം ന്യൂക്ലിയസ് എന്നറിയപ്പെടുന്നു. ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിൽ കാണപ്പെടുന്നു. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണമാണ് പ്രോട്ടോൺ. ഇതിലേതാണ് ശരി? 1, 3 ആണ് ശരി. ഓക്കെ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹൈഡ്രജൻ വാതകം ഉണ്ടാക്കുന്നത് ഏത് സന്ദർഭത്തിലാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ, ഹൈഡ്രോക്ലോറിക് ആസിഡ് കാൽസ്യം കാർബണേറ്റുമായി പ്രവർത്തിക്കുമ്പോൾ, ഹൈഡ്രോക്ലോറിക് ആസിഡ് സോഡിയം നൈട്രേറ്റുമായി പ്രവർത്തിക്കുമ്പോൾ, ഹൈഡ്രോക്ലോറിക് ആസിഡ് സോഡിയം ഹൈഡ്രോക്സൈഡുമായി പ്രവർത്തിക്കുമ്പോൾ. എപ്പോഴാണ് ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് ലോഹമായി പ്രവർത്തിക്കുമ്പോഴാണ് ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നത്. ഇരുമ്പിൻ്റെ അയിര് ഏത്? ബോക്സൈറ്റ്, കുപ്രൈറ്റ്, കലാമിൻ, ഹേമറ്റൈറ്റ്. ഇരുമ്പിൻ്റെ അയിര് ഏത്? ഹേമറ്റൈറ്റ്. പാരപ്പറ്റിൽ വെച്ചിരിക്കുന്ന ഒരു ചെടിച്ചട്ടി താഴേക്ക് പതിക്കുമ്പോൾ അതിനുണ്ടാകുന്ന ഊർജ്ജമാറ്റം ഏത്? ഗതികോർജ്ജവും സ്ഥിതികോർജ്ജവും ഒരുപോലെ വർദ്ധിക്കുന്നു. ഗതികോർജ്ജവും സ്ഥിതികോർജ്ജവും ഒരുപോലെ കുറയുന്നു. ഗതികോർജ്ജം വർദ്ധിക്കുന്നു, സ്ഥിതികോർജ്ജം കുറയുന്നു. ഗതികോർജ്ജം കുറയുന്നു, സ്ഥിതികോർജ്ജം വർദ്ധിക്കുന്നു. അപ്പോൾ ഗതികോർജ്ജം വർദ്ധിക്കുന്നു, സ്ഥിതികോർജ്ജം കുറയുന്നു എന്നതാണ് ഉത്തരം. ഇന്ത്യയുടെ ഏറ്റവും പുതിയ യുദ്ധക്കപ്പൽ ആയ INS മഹേന്ദ്രഗിരിക്ക് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ മലനിരകളുടെ പേരാണ് നൽകിയിരിക്കുന്നത്? ആന്ധ്രാപ്രദേശ്, കർണാടക, ഒഡീഷ, തമിഴ്നാട്. ഇന്ത്യയുടെ ഏറ്റവും പുതിയ യുദ്ധക്കപ്പൽ ആയ INS മഹേന്ദ്രഗിരിക്ക് ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തിന് മലനിരകളുടെ പേരാണ് നൽകിയിരിക്കുന്നത്? ആന്ധ്രാപ്രദേശിൻ്റെ പേരാണ് നൽകിയിരിക്കുന്നത്. 2023 വനിതാ ഫുട്ബോൾ ലോകകപ്പ് ചാമ്പ്യന്മാരായ രാജ്യം? ഇംഗ്ലണ്ട്, സ്പെയിൻ, ന്യൂസിലാൻഡ്, നോർവേ. 2023 വനിതാ ഫുട്ബോൾ ലോകകപ്പ് ചാമ്പ്യന്മാരായ രാജ്യമാണ് ചോദിച്ചത്. വനിതാ ഫുട്ബോൾ ലോകകപ്പ് ചാമ്പ്യന്മാർ സ്പെയിനാണ്. താഴെ തന്നിരിക്കുന്നവയിൽ വിസർജനാവയവമല്ലാത്തത് ഏത്? വൃക്ക, ഹൃദയം, ത്വക്ക്, ശ്വാസകോശം. താഴെ തന്നിരിക്കുന്നതിൽ വിസർജനാവയവം അല്ലാത്തത് ഏത്? ഹൃദയം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് മൂലമുണ്ടാകുന്ന രോഗം ഏത്? എയ്ഡ്സ്, എലിപ്പനി, ഡിഫ്തീരിയ, ക്ഷയം. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ വൈറസ് മൂലമുണ്ടാകുന്ന രോഗം ഏത്? എയ്ഡ്സ്. പുകവലി മൂലം
പുകവലി മൂലം ശ്വാസകോശത്തിലെ വായു അറകളുടെ ഇലാസ്തികത നഷ്ടപ്പെട്ട് അവ പൊട്ടുകയും വൈറ്റൽ കപ്പാസിറ്റി കുറയുകയും ചെയ്യുന്ന രോഗാവസ്ഥ. പുകവലി മൂലം ശ്വാസകോശത്തിലെ വായു അറകളുടെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെട്ട് അവ പൊട്ടുകയും വൈറ്റൽ കപ്പാസിറ്റി കുറയുകയും ചെയ്യുന്ന രോഗാവസ്ഥ ഏതാണ്? ശ്വാസകോശാർബുദം, പക്ഷാഘാതം, ബ്രോങ്കൈറ്റിസ്, എംഫിസിമ. നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന് കേരള ആരോഗ്യവകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി. നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന് കേരള ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി. ഹൃദ്യം, എൽസ, താലോലം, സുഹൃതം. എൽസ. 2023 പരിസ്ഥിതി ദിന സന്ദേശം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഒരേയൊരു ഭൂമി, പരിസ്ഥിതി പുനഃസ്ഥാപനം, പ്രകൃതിക്കായി സമയം, പ്ലാസ്റ്റിക് മലിനീകരണം ചെറുക്കുക. ദഹനഫലമായി പ്രോട്ടീൻ വിഘടിപ്പിച്ച് ഉണ്ടാകുന്ന ലഘുഘടകം ഏത്? ദഹനഫലമായി പ്രോട്ടീൻ വിഘടിപ്പിച്ച് ഉണ്ടാകുന്ന ലഘുഘടകം അമിനോ ആസിഡ്. കാൽവിരലുകൾക്കിടയിലും പാദങ്ങളിലും ചൊറിച്ചിലുണ്ടാകുന്ന അറ്റ്ലസ് ഫുട്ട് എന്ന രോഗത്തിന് കാരണമായ സൂക്ഷ്മജീവി ഏത്? അറ്റ്ലസ് ഫുട്ട് എന്ന രോഗത്തിന് കാരണമായ സൂക്ഷ്മജീവി ബാക്ടീരിയ, ഫംഗസ്, വൈറസ്, പ്രോട്ടോസോവ. ഫംഗസ്. പ്രമേഹം എന്ന രോഗത്തിന് കാരണമാകുന്ന ഏത് ഹോർമോണിന്റെ ഉൽപാദനം കുറയുന്നതാണ്? ഇൻസുലിൻ, ഗ്ലൂക്കഗോൺ, തൈറോക്സിൻ, മെലാറ്റോണിൻ. ഇൻസുലിൻ. 75. 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഉറപ്പുവരുത്തുന്ന പദ്ധതി. സ്നേഹപൂർവ്വം, സമാശ്വാസം, ആരോഗ്യ കിരണം, ആശാധാര. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഉറപ്പുവരുത്തുന്ന പദ്ധതി. ആരോഗ്യ കിരണം. ഇന്ത്യയിലെ ആദ്യത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രിയായി പ്രഖ്യാപിച്ച കുടുംബ ആരോഗ്യ കേന്ദ്രം. മൊറയൂർ, മലപ്പുറം, വരദൂർ, വയനാട്, വടശ്ശേരിക്കര, പത്തനംതിട്ട, കക്കോടി, കോഴിക്കോട്. 2023 സെപ്റ്റംബറിൽ അന്തരിച്ച ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രശസ്തനായ കർഷക ശാസ്ത്രജ്ഞൻ. ഡോക്ടർ വർഗീസ് കുര്യൻ, ഡോക്ടർ MS സ്വാമിനാഥൻ, ഡോക്ടർ നോർമൻ C. ബോർലോഗ്, ഡോക്ടർ സഞ്ജയ രാജാറാം. 2023 സെപ്റ്റംബർ അന്തരിച്ച ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് പറയപ്പെടുന്ന കർഷക ശാസ്ത്രജ്ഞൻ ഡോക്ടർ MS സ്വാമിനാഥൻ. ഹൃദയത്തെ ആവരണം ചെയ്തു കാണുന്ന ഇരട്ട സ്തരം ഏതാണ്? ഹൃദയത്തെ ആവരണം ചെയ്തു കാണുന്ന ഇരട്ട സ്തരം ഏതാണ്? പ്ലൂറ, മെനിഞ്ചസ്, സൈനോവിയൽ സ്തരം, പെരികാർഡിയമാണ്. ക്ഷയരോഗബാധ തടയുന്നതിന് ഉപയോഗിക്കുന്ന പ്രതിരോധ വാക്സിൻ ഏത്? ക്ഷയരോഗബാധ തടയുന്നതിന് ഉപയോഗിക്കുന്ന പ്രതിരോധ വാക്സിൻ OPV, പെൻറ്റോവാലന്റ്, BCG, MMR. BCG. ഇന്ത്യയിലെ ആദ്യത്തെ മണ്ണ് മ്യൂസിയം, സോയിൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന ജില്ല? തിരുവനന്തപുരം, ഇടുക്കി, കണ്ണൂർ, ആലപ്പുഴ. തിരുവനന്തപുരം. ഒരാൾ 650 രൂപയ്ക്ക് വാങ്ങിയ തെങ്ങുകൾ 591 രൂപയ്ക്ക് വിൽക്കുന്നു. നഷ്ടശതമാനം എത്ര? 8%. ഇനി മാത്സ് ആണ് വരുന്നത്.